ഇടുക്കി ജില്ലയിൽ ഹൈ റേഞ്ചിലും ലോ റേഞ്ചിലും തകർന്നടിഞ്ഞ LDF. കഴിഞ്ഞ തവണ കൈവിട്ടു പോയ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളും UDF തിരിച്ചുപിടിച്ചു. നേട്ടമുണ്ടാക്കി NDAയും മൂന്നാം ശക്തിയായി. തൊടുപുഴ നഗരസഭയിൽ 38 വാർഡിൽ 21 വാർഡുകളിൽ UDF വിജയിച്ചപ്പോൾ NDA നില വീണ്ടും മെച്ചപ്പെടുത്തി 9 വാർഡുകളിൽ ജയിച്ച് മുഖ്യ പ്രതിപക്ഷമായി. LDF 6 വാർഡുകളിൽ മാത്രമാണ് വിജയിച്ചത്. BJP സൗത്ത് ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ വരുന്ന പഞ്ചായത്തുകളിൽ 12 വാർഡുകളിൽ BJP വിജയിച്ചു. കുടയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ 4 സീറ്റുകളാണ് BJP നേടിയത്. ഇടുക്കി നോർത്ത് ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ വരുന്ന പഞ്ചായത്തുകളിൽ 17 വാർഡുകളിൽ BJP വിജയിച്ചു. കട്ടപ്പന നഗരസഭയിലെ 35 വാർഡുകളിൽ 20 എണ്ണത്തിൽ UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചപ്പോൾ 13 LDF നേടി. 2 NDA വിജയിച്ചത്. പ്രധാന കോട്ടകളിലെല്ലാം LDF തകർന്നടിഞ്ഞു. CPM സ്ഥാനാർത്ഥികൾക്ക് പച്ച തൊടാൻ പോലുമായില്ല. നഗരസഭകളിൽ ആധിപത്യം നേടി UDF ഭരണത്തിലേക്ക് എത്തുമ്പോഴും കോൺഗ്രസ് AICC അംഗവും മുൻ MLAയുമായ EM അഗസ്തി കട്ടപ്പനയിൽ പരാജയമറിഞ്ഞു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, KPCC ജനറൽ സെക്രട്ടറി നിഷാദ് സോമൻ എന്നിവർ നഗരസഭകളിൽ വിജയിച്ചു. 8 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ദേവികുളം ഒഴികെ 7 എണ്ണത്തിലും UDF ആണ് വിജയിച്ചത്. 52 ഗ്രാമപഞ്ചായത്തുകളിൽ 36 എണ്ണത്തിലും UDF തേരോട്ടമാണ് ഉണ്ടായത്. 11 ഇടങ്ങളിൽ മാത്രമാണ് LDFന് മേൽക്കൈയുള്ളത്. സംസ്ഥാനത്തെ ഏക വാർഡ് ആം ആദ്മി പാർട്ടി നിലനിർത്തി. കരിങ്കുന്നം പഞ്ചായത്തിലെ 13ാം വാർഡിൽ ബീന കുര്യനാണ് വിജയിച്ചത്. ജില്ലയിൽ ആദ്യമായി മണക്കാട് പഞ്ചായത്തിൽ 2020യും സാന്നിധ്യമറിയിച്ചു. സുബിൻ തോമസ്, ജനം, ഇടുക്കി.